അപ്പോൾ പള്ളത്ത് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പേരക്കുട്ടിയുടെ 40ആണ് മോൻ്റെ കുട്ടിയുടെ. അപ്പോൾ അതിന് ചടങ്ങുകളുണ്ട്. ഞാൻ അവിടെ പോയിട്ട് കുറേ കാണിക്കാറുണ്ട്. അതിൻ്റെ മുന്നേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എടുക്കും. വണ്ടി വന്നിട്ട് നിങ്ങൾക്കുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ അത് വന്നിട്ടുണ്ട്. അനിയൻ്റെ മോൻ 2 അനിയൻ്റെ മക്കളാണ്. ഒന്ന് മൂത്തതിൻ്റെ, ഒന്ന് താഴെയുള്ളതിൻ്റെ അനിയൻ്റെ 2. പിന്നെ ഞാനിതാ വൈഫ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരാൾ ക്യാമറമാൻ ഇവിടെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അതിലൊക്കെ അടച്ചിട്ട് വണ്ടി വന്നു കഴിഞ്ഞ് പോകാൻ നിൽക്കണം. അടുത്ത വീഡിയോ മറ്റ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയണ്ട. എന്നാലും പറഞ്ഞു. പപ്പുവിന് ഒറ്റയ്ക്കാക്കിയിട്ട് പോകണം കേട്ടാ. പാവം തീറ്റയൊക്കെ വെച്ചിട്ടുണ്ട്. റൂമിലിട്ട് പൂട്ടിയിട്ട് പോവും. ഇനി വന്നിട്ട് ഒരു 7 മണിയാകുമ്പോൾ വൈകിട്ട് വരുമ്പോൾ അതിന് തീറ്റയൊക്കെ ഉണ്ടായി തിന്നോളും. അങ്ങനെ ഇനി വന്നിട്ട് അടുത്ത് അവരെടുക്കും. ഉമ്മനെടുക്കും. ഹായ്, നമ്മളെ പള്ളത്തെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. നീമ്പാ. അപ്പോൾ നമ്മുടെ ഇന്ന് മരുമകളുടെ 40ആണ്. അപ്പോൾ ഇന്ന് എല്ലാവരും പോകാൻ നിൽക്കുകയാണ്. എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും പാലക്കാട്ടിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെയും വിളിക്കണ്ടേ. അപ്പോൾ എല്ലാവരും അവിടെ നിന്നാണ്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാം പോയിട്ട് വരാം. മോൾക്കുള്ള സാധനങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൊല്ലം കൂടെ എത്തണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പോയി വരാം. പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഞങ്ങളെല്ലാവരും പുറപ്പെട്ട് കുറച്ച് ആൾക്കാർ തന്നെ നമ്മളിവിടുന്ന് പോകുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ നിന്നാണ്. പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് വെറ്റ് വിളിക്കാൻ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഓരോരുത്തരെടുക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിട്ട് വരാം. അതാ വണ്ടി വന്നു, പോയിട്ട് വരാം. അതേ സിത്താരാൻ്റെ അനിയൻ പോയി. ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ കാറിൽ ഒരിപ്പോൾ വരും. ഇവിടെ ചെറിയ മഴ എല്ലാവരും വരട്ടെ വന്ന് ഞങ്ങളിവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കണ്ട. അപ്പോൾ എല്ലാവരും വന്നിട്ട് അവരൊന്നിച്ച് ഞങ്ങൾ പോവാന്ന് വെച്ചിട്ട് നിൽക്കണം. നല്ല മഴ വരുന്നുണ്ട്. കുട്ടീന്റെ ബാക്കിൽ അവന്റെ മേത്ത് നിക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ കാറിന്റെ. എല്ലാവർക്കും അറിയോ, അറിയാത്തവരാരില്ല. എല്ലാവർക്കും അറിയാതാണ് ചന്ദ്രേട്ടൻ. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇത് പിടിച്ചതാ. നല്ല മഴ ചാറുന്നുണ്ട്. ആരും ഞങ്ങൾ എത്തിയിട്ടില്ല. അവരൊന്നും ഇവിടെ അടുത്താണ്. പക്ഷെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് വൈകില്ല വന്നിട്ട് അവർ വൈകിട്ടാണ്. ഓരോരുത്തരുടെ സ്വർണ്ണം എടുക്കാൻ സ്വർണ്ണക്കടയിൽ കയറിയിരിക്കണം. അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പകുതിക്ക് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക. അപ്പോൾ നല്ല മഴ ചാറുന്നുണ്ട്. നല്ല മഴയും തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങളൊരു കടയുടെ ഒരു സൈഡ് വണ്ടി ഒതുക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എന്താണ്, വീഡിയോ ഒക്കെ എല്ലാവരും കാണണം. ഇനി പോയിട്ട് നമുക്ക് ഉണ്ണിയും മരുമോളെയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു.
ഞങ്ങള് സ്വത്ത് ഞങ്ങള് സിത്തു ആ മോൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയനായിട്ടുണ്ട് എന്റെ അമ്മ. പിന്നെ ഈ ക്യാമറ എടുക്കുന്നത് എന്റെ മേമ അമ്മ നിൽക്കുന്ന അടുത്ത്. എന്ത് വരുന്നേ? ഹായ് പറ. ഇവിടെ നോക്ക് ചാനൽ തിരിക്കി. ഹായ് ചാനലിൽ വരും. സത്വാ ഇത് കഴിച്ചാ? ഹായ് മൈലാഞ്ചി കിട്ടുന്നല്ലോ. അപ്പൊ ഞങ്ങള് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഒന്നും കൂടി എന്റെ സ്വത്തൂനെ എടുത്തിട്ട് ഒന്ന് കൊഞ്ചാണ്. അവള് നല്ല ഉറക്കാണ്. സുന്ദരി കുട്ടിയായിട്ട് കിടന്നിട്ട് നല്ല ഉറക്കാണ്. അപ്പൊ ഞങ്ങള് കുറെ നേരെ വന്ന് എല്ലാം കഴിഞ്ഞു. എല്ലാവരും പോയി. പരിപാടിയും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ വാടകയ്ക്ക് വണ്ടി വിളിച്ചു വന്നതല്ലേ, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി നിൽക്കായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ലേ. എൻ്റെ സ്വത്തുമോൾക്കും കൂടിയിട്ട്, എൻ്റെ സ്വത്തുമോൾക്കും സ്വത്തുമോളുടെ ഉമ്മാർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക എല്ലാവരും. ഇനി എൻ്റെ സ്വത്ത് തൃശ്ശൂർക്ക് വരും. വന്നിട്ട് എൻ്റെ സ്വത്ത് വീഡിയോ പിടിക്കും അല്ലേ മാ? ആ ഉറക്കാണ്, നല്ല ഉറക്കാണ്. എല്ലാവരും പറയുന്നുണ്ട് കുട്ടീനെ കാണിച്ചില്ല. എൻ്റെ പൊന്നിനെ കാണിക്കുന്നുണ്ട്. സ്വത്ത് മോളെ കാണിക്കുന്നുണ്ട്. ഉമ്മയുടെ കരളിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ 40 ഉഷാറായി കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് വണ്ടി കയറി പോയി തുടങ്ങി. അതെ, വണ്ടിയിൽ കയറിയതാ. പിള്ളേരെയൊക്കെ കയറ്റി ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിക്ക്.
എല്ലാം റാഹത്തായി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഉണ്ണിയുള്ള കാരണം അവിടെ നിന്ന് വിട്ടിട്ട് വരാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ശരിയല്ലേ? അപ്പൊ ഇനി ഇതുപോലൊരു വീഡിയോ ആയിട്ട്